അവർ തീയതികൾ തീരുമാനിക്കുമ്പോൾ അവരുടെ കല്യാണങ്ങൾക്ക് മറ്റുള്ള പരിപാടികൾക്ക് ഒക്കെ അവർ തീയതികൾ പറഞ്ഞതിലായിരുന്നു, ഹിജ്രിയിലായിരുന്നു. ആദ്യം എപ്പോഴാ ഒരു പരിപാടി തന്നെ പഴയ കാരണന്മാർ എങ്ങനെ പറയാ, ദുൽഖഅദ ഇത്രക്ക്, ദുൽഹിജ്ജ ഇത്രക്ക് അവർ പറഞ്ഞിരുന്നില്ലേ? വയസ്സായ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, ചോദിച്ചു നോക്കൂ. എന്തേ അവർക്ക് സാധിച്ചത്, നമുക്ക് സാധിക്കാതെ പോയത്? നമ്മളെ മനഃപൂർവ്വം അതിൽ നിന്ന് മാറ്റിയാണ്, ഒഴിവാക്കണം. നിങ്ങൾക്കറിയോ ജനുവരി 1 എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പി ന്യൂ ഇയർ. കടകളുടെ എല്ലാ പീഡനങ്ങളും എന്താ ഹാപ്പി ന്യൂ ഇയർ? ആർക്കാ വർഷം തുടങ്ങിയ ഇവിടെ? ക്രിസ്ത്യാനികൾ. എന്താ ഈ ജനുവരി ജാനൂസ് പറഞ്ഞൊരു ദൈവമുണ്ട്, ജാനൂസ്. ആ 2 തലകളാണ്, വേറെ 3 തലകൾ വരുന്നുണ്ട്. ഇത് 2 തലകൾ, ഒരു തല കഴിഞ്ഞ വർഷത്തേക്കും ഒരു തല പുതിയ വർഷത്തേക്കും തിരിയുന്നു. ഈ ജാനൂസിന്റെ ജന്മദിനാണെന്ത്? ജനുവരി 1. അപ്പോഴാണ് നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ, നമുക്ക് എല്ലാവർക്കും പെരുന്നാളാണ്. എങ്ങനെയുണ്ട് ഇത്? ആദ്യം പറയുന്നത് ഏപ്രിൽ 1 വർഷാരംഭം. ഇന്നും കണക്ക് എഴുതുമ്പോൾ മാറ്റാൻ കഴിയില്ല. എപ്പോഴും കണക്ക് എഴുതുന്നല്ലോ, കണക്ക് എഴുതുന്നവർക്ക് വർഷം തുടങ്ങാൻ എന്തുണ്ട്? തീർന്നിട്ടില്ല. അവർക്ക് മാർച്ച് 31 തീരുള്ളൂ. കാരണം കണക്കിൽ മാറ്റിയാൽ തെറ്റും, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചിക്കോളൂ. അപ്പൊ സൂര്യ കലണ്ടർ പ്രകാരം ഇനി വർഷം ആരംഭിക്കാൻ പോകുള്ളൂ. അങ്ങനെ ആദ്യം മുതൽ ഏപ്രിൽ 1 ആരംഭിച്ചതിനെ ജനുവരി 1 ബോധപൂർവം മാറ്റി. അപ്പൊ ആളുകൾ എതിർത്തു, വിവരങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെ പറഞ്ഞു, നിങ്ങൾ ഫൂളാണ്, ഏപ്രിൽ ഫൂൾ. മനസ്സിലായോ? സത്യം പറയുന്നവർക്ക് വിവരമുണ്ടാവില്ല, അതാണ് പ്രശ്നം. അപ്പൊ എന്ത് പറഞ്ഞു? മറ്റുള്ളവർ ഈ ഏപ്രിൽ 1 അംഗീകരിക്കാതെ ജനുവരി 1 അംഗീകരിക്കാത്തവരൊക്കെ ഫൂളാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദേവന്റെ ആഘോഷം എല്ലാവരെ കൊണ്ട് ആഘോഷിപ്പിച്ചു. നമ്മളും പത്ര വയ്ക്കുക, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാൻ പറ്റുമോ? നമുക്കതാണ് വിളിച്ചു ഹാപ്പി ന്യൂ ഇയർ. നമ്മളെ മുഹറം പോയ വഴിയില്ല, ആരും അറിഞ്ഞില്ല അല്ലേ? കല്യാണത്തിന്റെ അടുത്ത് കാലത്ത് പറഞ്ഞു തരുന്ന മാതിരിയാണ് നമ്മുടെ നിക്കാഹ്, നമ്മുടെ മാസത്തിന്റെ അവസ്ഥ. അത് കലണ്ടറിലും കാണില്ല, അത് തീയതി ശരിയില്ല. ഞങ്ങളിപ്പോ ഒരു പത്രത്തിലേക്ക്, ഒരു പ്രമുഖ പത്രത്തിലേക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കണക്ക് തെറ്റാ, 25 കഴിഞ്ഞിട്ട് കാണാൻ പിന്നെ 28. ഇത് എവിടെ 2 ദിവസം പോയത്? അപ്പൊ തെറ്റാണ്. അപ്പൊ ഇനി ശരിയാക്കി കറക്റ്റായിട്ട് കണക്ക് കൊടുത്തോണ്ട്, നിങ്ങൾ ശരിയായ കണക്ക് കൊണ്ടുവരും, പിന്നെ തെറ്റായ കണക്ക് കൊണ്ടുവരുന്നോട് ഞങ്ങളോട് കച്ചറുണ്ടാക്കും. അതുകൊണ്ട് ഇപ്പൊ തെറ്റായ തന്നെ മതി. ഇവരൊക്കെ എന്താണ് തീരുമാനിക്കണ ഡേറ്റ് മതി ഞങ്ങൾക്ക്. ഇപ്പൊ പത്രങ്ങള്, മറ്റ് സകല പത്രങ്ങൾ പരിശോധിച്ച് നോക്കും. ഇതൊക്കെ വളരെ ഖേദപൂർവ്വം പറയേണ്ടി വരുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ലാക്കും. ഇവിടുത്തെ ചർച്ചകളും പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ എന്താ, ഓരോരുത്തരുടെ ബാക്കിൽ പോയിട്ട് അയാളെന്ന് പറഞ്ഞ് അതൊക്കെ നമ്മൾ സ്വീകാര്യം. അയാൾ എതിരാണെങ്കിൽ നമ്മളെതിരാണ്, അയാൾ അംഗീകരിച്ച് നമ്മൾ അംഗീകരിക്കും. അങ്ങനെ ഓരോരുത്തരെ പിടിച്ചു. ഇതൊന്ന് മാറണം, മാറ്റാൻ തയ്യാറാകണം. കാരണം എന്താ, ഇസ്ലാം എന്ന് പറഞ്ഞ എല്ലാത്തിനും തച്ചുടയ്ക്കും, എല്ലാ സിദ്ധാന്തങ്ങളെയും അസത്യങ്ങളെയും ഒക്കെ തച്ചുടയ്ക്കും. എന്നിട്ട് യഥാർത്ഥ വിഷയത്തെ ദീനിക്കുള്ളി, യഥാർത്ഥ ദീനിനെ അത് സ്ഥാപിക്കും. ആ സ്ഥാപിക്കാനുള്ള ഒരു കൊച്ചു സംഘമായി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? മനസ്സിലായെങ്കിൽ ആ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നതാണ് ഈ ഒരു പൊതുയോഗത്തിലൂടെ ജനങ്ങളോട് നമ്മൾ ഉണർത്തുന്ന ചോദ്യം. ഈ വിഷയം ഗൗരവമായി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന നാളുകളിൽ സൗകര്യാർത്ഥം ഇവിടെ തന്നെ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതാണ്. ഈ വിഷയം ചിലപ്പോൾ കുറച്ച് രൂക്ഷമായി പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ പറഞ്ഞാലേ മാറ്റമുണ്ടാവും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇങ്ങനെ ഇതിനെപ്പറ്റി പറയും. അതുകൊണ്ട് ഒരു തീരുമാനമുണ്ടാകണം. തീരുമാനമുണ്ടാകുന്നത് വരെ ഇത്തരം പ്രചാരണ പരിപാടികൾ തുടരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ സംശയങ്ങളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ അത് എഴുതി കിട്ടിയിട്ടുണ്ടെങ്കിൽ, സംഘാടകർ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അത് മറുപടി പറയുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭങ്ങളിൽ പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമ്മൾ ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നമുക്ക് സമയമുള്ളത് 10 മണി വരെയാണ്. ഈ വിഷയത്തിൽ വിശദീകരിക്കാത്ത, നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി തന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് മറുപടി നൽകുന്നു.
ചോദ്യങ്ങളില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്നെ ഉത്തരം പറയാം. പിന്നെ സൗദിയിലും എവിടെയും സമയ വ്യത്യാസം ഉള്ളതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ തീയതികൾ മാറുമോ എന്നുള്ളതാണ് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ സാരം. എന്ന് പറഞ്ഞാല് പിന്നെ സൗദിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൗദിയേക്കാൾ മുന്നിലാണ്. നമ്മൾ ളുഹർ നമസ്കരിച്ചു കഴിഞ്ഞ് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് ളുഹർ നമസ്കരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തൊരു കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിലും സൗദിയേക്കാൾ നമ്മളാണ് മുമ്പിൽ ചെയ്യുന്നത്. പക്ഷെ പെരുന്നാൾ വരുമ്പോൾ അവരുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ നോമ്പ് തുടങ്ങുന്നത്. അപ്പൊ ഇത് സമയത്തിന്റെ കാര്യം പരിഗണിച്ചാൽ പോലും ഇതൊരു തെറ്റായ നടപടിയാണ്. അതേസമയം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ പറഞ്ഞാൽ സമയമല്ല ഇവിടെ പ്രധാനം. സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനുള്ളത് പിന്നെ നമസ്കാരമാണ്. തീയതികളുടെ അടിസ്ഥാനം എന്താണ്? അത് ചന്ദ്രക്കലകളാണ്. അപ്പൊ ആ ചന്ദ്രക്കല മാസത്തിന്റെ അവസാനം ചന്ദ്രക്കല അപ്രത്യക്ഷമാവുന്നതോടുകൂടി മാസം അവസാനിക്കുകയും അതിന്റെ പിറ്റേ ദിവസം പുതിയ മാസം ആരംഭിക്കാനാണ് നബിയുടെ കൽപ്പന. ഫൈനഹും ഫഖ്ദുറൂലഹു, അത് നിങ്ങൾക്ക് ചന്ദ്രൻ നിങ്ങൾക്ക് മറയ്ക്കപ്പെടുമ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടുക. ഫൈനഹും അലൈക്കും ഫഅക്മിലുൽ ഇദ്ദത, അത് മറയ്ക്കപ്പെടുമ്പോൾ നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാസം അവസാനിപ്പിക്കുകയും പിറ്റേന്ന് മുതൽ തുടങ്ങുകയും ചെയ്യുക എന്നുള്ള രീതി. സമയമാറ്റം തീയതിയായിട്ട് ബന്ധപ്പെട്ടതല്ല. എവിടെ വെച്ചാണോ തീയതി മാറുന്നത് അവിടെ വെച്ച് ദിവസം മാറുന്നത് അവിടെ വെച്ച് മാത്രമേ തീയതികൾ മാറ്റാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞു ചോദ്യം, ചന്ദ്രന്റെ മനാസികൾ നിരീക്ഷിച്ച് ഒരു മാസത്തിലെ 1-ാം തീയതി നിശ്ചയിക്കുന്നത് എങ്ങനെ വിശദീകരിക്കാം? ഒരു മാസത്തിലെ 1-ാം തീയതി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് മറുപടി. എന്ന് പറഞ്ഞാൽ ചന്ദ്രകലകളെ നിരീക്ഷിച്ചാൽ 30 ദിവസമുള്ള മാസമാണെങ്കിൽ 29 കലകൾ മനുഷ്യന് ദൃശ്യമാകുന്ന അവസ്ഥയുണ്ടാവും. 29 മാസങ്ങളാണെങ്കിൽ 28 കലകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം ചന്ദ്രന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ 12 ഡിഗ്രിയിലധികമാണ് ചന്ദ്രന്റെ വളർച്ച. അത് 29 ദിവസത്തിലും 30 ദിവസത്തിലും അതിന്റെ വളർച്ചയിൽ വ്യത്യാസമുണ്ടാവും. അത് കണ്ടുപിടിക്കാൻ ഒരുപാട് രീതികളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ ഇന്ന് ചന്ദ്ര നിരീക്ഷണം മനാസിലുകൾ എങ്ങനെയെന്നുള്ള ഒരു എക്സിബിഷനെ കൂടി ഉദ്ദേശിച്ചിരുന്നു. ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് അത് നടത്താൻ സാധിക്കാതെ പോയതാണ്. ഇൻഷാ അല്ലാഹ് ചന്ദ്ര നിരീക്ഷണം എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സിലൂടെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഒരു ദിവസം അസ്തമയ സമയത്ത് നമ്മൾ നോക്കിയാൽ നമ്മളുടെ കൈ വിരലുകൾ അസ്തമയ സമയത്ത് നേരെ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് 6 വിരലുകളുടെ അളവിലാണ് ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ മേലെ ഉയർന്നു നിൽക്കുക ആദ്യത്തെ ദിവസം, അല്ലെങ്കിൽ ഒരു 7 വിരലിന്റെ അവസ്ഥയുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഇത് ഇരട്ടിപ്പിച്ച് പോകുമ്പോൾ അതിന്റെ മനാസികൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതിന്റെ അഖിലകൾ, അതിന്റെ ഫേസസ് നമുക്ക് എണ്ണിക്കൊണ്ടും അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ നിസ്കാരത്തിന്റെ കണക്ക് എങ്ങനെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, അത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് പഠിക്കാം. പക്ഷെ അതില്ലാതെ തന്നെ നമുക്ക് എന്തുണ്ട്, എത്ര കൊല്ലത്തെ നിസ്കാരത്തിന്റെ കണക്ക് ഇവിടെ കണക്ക് കൂട്ടി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് പഠിക്കണമെങ്കിൽ അത് പഠിക്കാം, അത് നമ്മൾ പഠിപ്പിക്കാറുമുണ്ട്. ആ രീതിയിലാണ് ചന്ദ്രന്റെ മനാസിലുകൾ നിരീക്ഷിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ തന്നെ ഓരോ 2-3 മാസം ചന്ദ്രകലകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കലകൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിരീക്ഷിച്ചുകൊണ്ട് പറയാൻ പറ്റും അത് ഇന്നതാണ്. 26-ാം ദിവസം പൗർണമിന്റെ ദിവസം ഉണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഉദിക്കും. സൂര്യനെ കൂടെ അസ്തമിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ചന്ദ്രൻ ഉദിക്കും. അത് ആ ദിവസം അർദ്ധരാത്രി 12 മണിക്ക് നമ്മുടെ തലയുടെ മേലുണ്ടാവും. അത് പിന്നെ ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് നമ്മൾ തന്നെ ആൻഡ്രോയിഡ് ഫോണിൽ കിട്ടുന്ന രീതിയിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മളിതിന്റെ പിന്നെ ഓരോ ഫേസസും നിങ്ങൾക്ക് ഇതുപോലെ പിന്നെ മൊബൈലിൽ തന്നെ കാണാൻ പറ്റും. അപ്പൊ ഈ മൊബൈലിൽ കാണുന്നതും അതേപോലെ തന്നെ ആകാശത്തുണ്ടാവും. അള്ളാഹു കൃത്യമായി അതിന് ആ രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. അത് നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിരീക്ഷിക്കൽ നമുക്ക് ഓരോരുത്തർക്കുള്ള പണിയാണ്. അത് ആരെയും ഏൽപ്പിക്കുമ്പോഴാണ് ഇതിന്
സംഭവിക്കുന്നത് എന്നതാണ് ഇതിനെപ്പറ്റി പറയാൻ. മറ്റ് ചോദ്യങ്ങളില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കർമ്മം ഒരു സാലിഹായ കർമ്മമായിക്കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. സത്യത്തെ മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും അതിന്റെ അനുയായികളാകുവാനുള്ള തൗഫീഖ് നമ്മൾ ഓരോരുത്തർക്കും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. നമ്മളെ ഇവിടെ സംഘടിപ്പിച്ചത് ഒരു പൊതുപരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിനെ തുടർന്ന് ഉള്ള ക്ലാസ്സുകൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്തുന്നതാണ്. അത് നിങ്ങളെ സമയം നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ പരിപാടി ഇങ്ങനെയുള്ള പൊതുവായിട്ട് നടത്തേണ്ടി വന്നത് ഈദ്ഗാഹിനെതിരെ ഒരു വിമർശനം കൂടി നടന്നുകൊണ്ടാണ് ഇങ്ങനെ പൊതുവായിട്ട് ഇത് പറയേണ്ടി വന്നത്. കാരണം അരീക്കോട് വെച്ചിട്ട് അങ്ങനെ ഒരു വിമർശനം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നവോത്ഥാനത്തിന്റെ ഒരു നാട് എന്നാണ് അരീക്കോടിനെ കുറിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കേരള നബുത്തുൽ മുജാഹിദീന് വരെ വീരവാദം നൽകിയ കേരള ജമിയത്തുൽ മുജാഹിദീൻ ഉള്ള ഈ നാട്ടിൽ അങ്ങനെ ആ ഈദ്ഗാഹിന് തെറ്റായ ഒരു വ്യാഖ്യാനം നൽകിയത് വളരെ ഉത്ഭുതരായ ഈ നാടിനെ തന്നെ ഒരു മോശമാക്കുന്ന രീതിയാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പങ്കെടുത്ത് സംസാരിച്ച ദൂരെ ലക്ഷദ്വീപിൽ നിന്നും വന്ന് നമ്മളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അലി ഖാൻ സാഹിബിന്, നമ്മുടെ സ്വീകരിച്ചു നടത്തിയ ഡോക്ടർ എ മുഹമ്മദ് ഇസായി അവർ, അതുപോലെ വിശദമായ ക്ലാസ് നമുക്കെടുത്ത് തന്ന റഷീദ് സേലം എന്നിവർക്കെല്ലാം ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.